എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലർ. അതായത് കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയിട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എച്ചിന് പകരം പാർക്കിംഗ് ടെസ്റ്റും സിക്സാഗ് ടെസ്റ്റും എന്നിങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഗിയർ ഉള്ള കാറിൽ തന്നെ ആകണം ടെസ്റ്റ് നടത്തണം എന്നാണ് പുതിയ നിർദ്ദേശം. ഓട്ടോമാറ്റിക് ഗിയറുള്ള കാറ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ക്യാമറ നിർബന്ധമാകും. അതുപോലെ തന്നെ ടെസ്റ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നൊക്കെ ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് ഗിയർ ഉള്ള വാഹനം തന്നെ ഉപയോഗിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാകും. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നും സർക്കുലറിലൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകറിനെ മാറ്റിയിരുന്നു. വ്യവസായ വകുപ്പ് സെക്രട്ടറിയായാണ് അദ്ദേഹത്തെ മാറ്റി നിയമിച്ചത്. KSRTC MD സ്ഥാനവും ബിജു പ്രഭാകർ ഒഴിഞ്ഞിട്ടുണ്ട്. ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയത്. ബിജു പ്രഭാകറിന് റെയിൽവേ, മെട്രോ, ഏവിയേഷൻ എന്നിവയുടെ അധിക ചുമതലയും ഇതിനു പുറമെ കൂടൽമാണിക്യം, ഗുരുവായൂർ ദേവസ്വങ്ങളുടെ കമ്മീഷൻ ചുമതലയും നൽകിയിട്ടുണ്ട്. K. വാസുകിയാണ് പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി. ലേബർ കമ്മീഷണറായ K. വാസുകിക്ക് തൊഴിൽ വകുപ്പിന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇനിയിപ്പോ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടെസ്റ്റുകളൊക്കെ കുറച്ച് കഠിനമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.